ഗുഡ് മോർണിംഗ് സർ. ഹലോ ചിങ്കം, നീയാണോ? വരൂ വരൂ, നിന്റെ അച്ഛൻ എന്റെ നല്ലൊരു അതെ സുഹൃത്താണ്. ജനറൽ സർ. പിന്നെ ഇത് മോട്ടു പത്ലു. ഫുർഫുറെ നഗരത്തിലെ എന്ത് പ്രശ്നങ്ങളും തീർക്കാൻ പറ്റിയ ആൾക്കാരാണ് ഇവർ. എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഇവരോടാണ് പറയാറുള്ളത്. അവരത് തീർത്ത് തരികയും ചെയ്യും. പിന്നെ ഇതാണ് ഡോക്ടർ ഛട്ക, പിന്നെ ഘസീഠ റാവ്. ഓഹോ, മോട്ടു പത്ലു, ഇവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്ക് പരിഹരിച്ചു തരാൻ പറ്റുമോ? പിന്നല്ലാതെ, പറഞ്ഞോളൂ, എന്താ പ്രോബ്ലം? അതാ കാണുന്നില്ല, ഫെൻസിംഗിന്റെ അപ്പുറത്തുള്ള ടെന്റുകൾ. ശത്രുക്കളുടെ ബങ്കേഴ്സ് ഉണ്ട് അതിൽ. അതിനകത്തെ കമ്പ്യൂട്ടറിൽ സീക്രട്ട് സെക്യൂരിറ്റി പ്ലാൻ ഉണ്ട്. അതെനിക്ക് വേണം. എന്താ, നിങ്ങൾക്കത് കൊണ്ടുവന്ന് തന്നുകൂടെ? പിന്നെന്താ, ഞങ്ങൾ കൊണ്ടുവരാലോ, ഉറപ്പായിട്ടും. പക്ഷേ അവിടെ വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ആർക്കും അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. ആ ഫെൻസിംഗ് കടന്ന് അപ്പുറത്തേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം അതിൽ കറണ്ട് ഉണ്ട്. അത് മാത്രമല്ല, അങ്ങ് ദൂരെ മൈൻസും വെച്ചിട്ടുണ്ട്. മൈൻസിൽ കാല് വെച്ച ഉടനെ തന്നെ അത് പൊട്ടിത്തെറിക്കും. മുകളിലൂടെയും പോകാൻ പറ്റില്ല, കാരണം ഇവരുടെ റഡാർ എല്ലാം സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്നുണ്ട്. ഓയ് മോട്ടു, എന്റെ ചങ്ക്, നീ വിഷമിക്കണ്ട. ഇതിനുള്ള പരിഹാരമൊക്കെ എന്റെ കയ്യിലുണ്ട്. നമുക്ക് ഇതിന്റെ അടിയിൽ കൂടെ ചെറുതായി അങ്ങ് പോയാ പോരെ. അങ്ങനെ എങ്ങനെ ചെറുതാക്കാൻ പറ്റും? എന്റെ കയ്യിൽ മനുഷ്യനെ ചെറുതാക്കാനുള്ള ഗാഡ്ജറ്റ് ഉണ്ട്. ഓ എന്റെ ചങ്ക്, ഇതിലുള്ള റെഡ് ബട്ടൺ അമർത്തുകയാണെങ്കിൽ നീ ചെറുതാകും. പിന്നെ പഴയ രൂപത്തിലാകണമെങ്കിലുണ്ടല്ലോ, ആ ഗ്രീൻ ബട്ടണിൽ അമർത്തിയാ മതി ചങ്കേ. അത് ശരി, ഇത് കൊള്ളാമല്ലോ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? സത്യത്തിൽ നല്ല കഴിവുള്ളവരാണ് നിങ്ങൾ. ബൈ ബൈ ബൈ. മോട്ടോ ജംപ്. എന്റെ അമ്മോ, ആ ലിസേർഡ് നമ്മുടെ അടുത്തേക്കാണല്ലോ വരുന്നത്. ഓടിക്കോ. ഏയ്, സ്റ്റോപ്പ്. വേണ്ട, വരരുത്. വിടൂ, വിടൂ, എന്നെ വിടൂ. ഇങ്ങോട്ട് വാ മോട്ടു. എന്നെ വിടൂ. ഞാൻ നിന്നെ സഹായിക്കാം മോട്ടു. വിട്ടോ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇന്നല്ലേ അറിയുന്നത് ചെറുപ്പമായ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടണമെന്നുള്ളത്. വരൂ, നമുക്ക് വലുതായേക്കാം. ഇപ്പൊ നമ്മൾ വലുതായി കഴിഞ്ഞാ ഇവിടെയുള്ള ഗാർഡുകളൊക്കെ കാണും. ഇവിടുന്ന് നമ്മൾ പുറത്ത് കിടക്കുന്നത് വരെ ചെറുതായി തന്നെ ഇരിക്കണം. എന്റെ അമ്മോ, ഈ സ്പൈഡർ ഇപ്പൊ എവിടുന്നാ കെട്ടിയെടുത്തത്? ഓടിക്കോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, വേഗത്തിൽ ഓടിക്കോ. നമുക്ക് എവിടെ ഒളിച്ചിരിക്കാം. സർ, എവിടെ പോയോ? എവിടെയാ പോയത്? അത് പോയി കേട്ടോ. ഇന്ന് കഴിക്കാൻ വളരെ സ്വാദുള്ള ഭക്ഷണം കിട്ടിയിരിക്കുന്നു. അയ്യോ, എനിക്ക് വയ്യ. അടിപൊളി. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. പത്ലു, ഈ സ്പൈഡർ നമ്മളെ ഇന്ന് കഴിക്കും കേട്ടോ. പണി കിട്ടിയല്ലോ. എന്റെ മോട്ടോ, ഇങ്ങനെ കിടന്ന് കരയാതെ പെട്ടെന്ന് ബട്ടൺ അമർത്തിയിട്ട് വലുതാവ്. അതെ, അങ്ങനെ തന്നെ. നല്ല ഉറക്കാണ്. യെസ്, നമുക്ക് എല്ലാ സീക്രട്ടും ഈ പെൻഡ്രൈവിൽ ഡൗൺലോഡ് ചെയ്തേക്കാം. അല്ല, നിങ്ങൾ ആരുടെ? ആരെന്ന് ചോദിച്ചാ എന്റെ ദൈവമേ, സൂത്രധാരന്മാരല്ലേ? ആരാ? എവിടെ? അല്ല, എവിടെ പോയി ഇവന്മാര്? അല്ല, 3 പേരുണ്ടായിരുന്നല്ലോ, എവിടെ പോയി എന്റെ ദൈവമേ? 3 പേരോ? എവിടെ പോയി? നീ വല്ല സ്വപ്നം കണ്ടതാകും. അല്ല, ഇനിയിപ്പോ ഞാൻ സ്വപ്നം കണ്ടതായിരുന്നെങ്കിൽ അത് ഒറിജിനൽ ആയിട്ട് തോന്നിയല്ലോ.
മതി മതി, കുറച്ചുകൂടെ ഡൗൺലോഡ് ആകാനേ ബാക്കിയുണ്ട്. പിന്നെ ഇത് എവിടുന്നാ? അതെ, എല്ലാരും പെട്ടെന്ന് വാ. ഞാനിവിടെ പിടിച്ചു വെച്ചു ഇവന്മാരെ. ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഓടി വായോ, ശരിക്കും പിടിച്ചു വെച്ചിരിക്കാം. പെട്ടെന്ന് വാ, പെട്ടെന്ന് വരാൻ. നീ സ്വപ്നം കാണുന്നത് നിർത്തിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കേണൽ സാറിന്റെ മുന്നിൽ നിർത്തും. അല്ല, ഇതെങ്ങനെ സംഭവിച്ചേ? ഞാൻ അവരെ നന്നായിട്ട് പിടിച്ചു വെച്ചിരിക്കായിരുന്നല്ല. സത്യം പറയാ സാറേ, ഇത് സ്വപ്നമല്ലായിരുന്നു എന്റെ സാറേ. ശരി, ഇവനെ സ്വപ്ന ലോകത്തിൽ നിന്ന് താഴെ കൊണ്ടുപോവാ. അല്ല, എന്നെ വിടുന്ന എന്റെ കൈ വിട്. അല്ല, അയ്യോ, 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 അയ്യോ. മിണ്ടാതെ അവിടെ എങ്ങാനും കിടന്ന് ഉറങ്ങാൻ നോക്കും, അല്ലാതെ അതും ഇതും പുലമ്പാതെ. എന്നാ അടി അടിച്ചത് ഇവന്മാരെന്നെ. ഇനി അവന്മാരെ ഞാൻ സത്യമായിട്ട് പിടിച്ചേ അടങ്ങൂ. പക്ഷെ ഞാൻ അവരെ പിടിച്ചതായിരുന്നല്ലോ എന്റെ കൈ കൊണ്ട്. പിന്നെ എങ്ങനെ അവർ രക്ഷപ്പെട്ടു ഒന്നും മനസ്സിലാവണില്ലല്ലോ. ചെലപ്പോ ചെറുതായി പോയി കാണും. പക്ഷെ അതെങ്ങനെ? രക്ഷിക്കണേ. ഇവനെ വിടാൻ പാടില്ല. പിന്നെ എന്നാ കൊണ്ട് വിശേഷം ചേട്ടാ? സുഖല്ലേ? ആ വലിയേട്ടാ, എല്ലാം ഓക്കെയാണ്. നിങ്ങൾ ചെന്ന് ഉറങ്ങിക്കോ. ആ ശരിയാ പറഞ്ഞേ. ശരി, ഓക്കെ. എന്റെ മീശയില് 3 പേരാ. അത് ശരി, ഇവിടെ 3 പേരും. എന്റെ മുന്നിൽ സാറാ. പെട്ടെന്ന് വായോ, പെട്ടെന്ന് വാ. അവരെ പിടികിട്ടി, പിടികിട്ടി. എന്താണ് നിനക്ക് പറയാനുള്ളത്? വാ, നോക്ക് നോക്ക്. മീശമേലുണ്ട്, മീശമേല് 3 പേര് തൂങ്ങിക്കിടക്കണത് കാണണല്ലേ? എവിടെ എവിടെയെന്ന്? അല്ല അല്ല, അയ്യോ അല്ല, എന്റെ മീശ അവര് പറിച്ചെടുത്തേ. അയ്യോ അയ്യോ. നീ സൈന്യത്തിൽ ചേരുന്നതിന് മുമ്പ് എന്തായിരുന്നു പണി? അത് പിന്നെ സാറേ, ഞാൻ ഒരു റൈറ്റർ ആയിരുന്നു, എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. നിന്റെ ഈ റൈറ്റർ ബുദ്ധിയാ നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നേ. ഇല്ലാത്ത കഥയൊക്കെ വിളിച്ചു പറയുക. ഇവിടെ നോക്ക് സാറേ, എന്റെ പൊന്ന് സാറേ, ദേ ഇവിടെ നോക്ക്. ദേ ഇവിടെ ഇവന്മാര് ഞാൻ ചവിട്ടി ശരിയാക്കാം. അമ്മച്ചിയുടെ കാല്. നീ ആരെയാടാ ഈ നോക്കുന്നേ? എന്റെ സാറേ, അവര് വളരെ ചെറിയ ചെറിയ മനുഷ്യരാ. അവരെ ഞാനിപ്പോ സാറിന്റെ കാലിന്റെ പുറത്തുകൂടെ ഓടുന്ന കണ്ടു. അതാ ഞാൻ ചവിട്ടിയെ. ഞാനിപ്പോ അവരെ ഞാൻ നോക്കിട്ട് വരാം. എന്താടാ കിടന്ന് പുലമ്പുന്നേ? ആർക്കെങ്കിലും അങ്ങനെ ചെറുതാകാനൊക്കെ പറ്റുമോ? എന്റെ സാറ് സിനിമയിലൊന്നും കണ്ടിട്ടില്ലേ? സിനിമയിലൊക്കെ കാണിക്കാറല്ലേ ചെറുതും വലുതായിട്ടൊക്കെ തന്നെ. അതൊക്കെ സിനിമയിൽ പറ്റും, അല്ലാതെ ജീവിതത്തിൽ പറ്റുമോടാ? എന്റെ ഈ ഭാവന ലോകത്തൊന്നും ഇറങ്ങി വാടാ. ശരി, എന്തായാലും ഇവൻ പറയുന്ന സ്ഥിതിക്ക് ഒന്ന് ഫെൻസിങ് വരെ ഒന്ന് പോയി നോക്കിയിട്ട് വാ. വേഗം രക്ഷപ്പെടണം ഇവിടുന്ന്. വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കുറച്ച് പണി കൂടെ ചെയ്യാനുണ്ട്. അവിടെ ഒളിച്ചിരിക്കല്ലേ? ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടൂല. എവിടെയാ ഓടണേ? നിക്കവിടെ. എടാ അവന്മാരെ നിക്കാൻ. അയ്യോ, ഓടിക്കോ മോട്ടു. വേണ്ട. എന്റെ അമ്മോ, ലിസേർഡ് എന്നെ പിടിച്ചു. രക്ഷിക്കണേ. ഏയ്, മര്യാദയ്ക്ക് എന്നെ വിട്ടോ. The name is ചിങ്കം. ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. Yeah. ഓടിക്കോ. സാറേ, അങ്ങോട്ട് നോക്ക്. ദേ അവിടെ ഫെൻസിങ്ങിന്റെ അപ്പുറത്ത് നോക്ക് നോക്ക്. എവിടെ? ഇവിടെ ആരും ഇല്ലല്ലോ. അല്ല സാറേ, അവിടെ ഉണ്ടായിരുന്നു. അയ്യോ സാറേ, അവരിപ്പൊ വലുതായിരുന്നു, ഇപ്പഴാ ചെറുതായത്. എല്ലാം പെട്ടെന്നായിരുന്നു എന്റെ സാറേ. എന്തൊക്കെയാണാ ഈ പറയുന്നത്? ചിലപ്പോ വലുത്, ചിലപ്പോ ചെറുത്. നിനക്ക് എന്തോ കാര്യമായി പ്രശ്നമുണ്ട്. ഇവനെ അങ്ങോട്ട് പൊക്കിക്കൊണ്ടു പോ. അല്ല അല്ല, വേണ്ട, എന്നെ വിട്. അല്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ നോക്ക്. നിങ്ങൾ വെറുതെ ഇങ്ങനെ എന്നെ പിടിച്ചോണ്ട് പോയി. അതെ, അവിടെ നോക്ക്. അങ്ങോട്ട്
അങ്ങോട്ട് നോക്ക്. ഇവര് വെറുതെ ഇരിക്കുന്നു. ആരും നോക്കില്ല, മിണ്ടാതെ അങ്ങോട്ട് പോയാ മതി. സാറേ ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് സാറേ, ഒന്ന് കേക്ക്. ഒരു പ്രാവശ്യം തിരിഞ്ഞു നോക്ക്, അപ്പൊ മനസ്സിൽ അവരുടെ വലുതായിരിക്കുന്നു. അയ്യോ, അവരിത് ഡാൻസ് ആണ് കാണിക്കുന്നത്. എന്റെ പൊന്നു സാറേ, ഒന്ന് നോക്ക്. അയ്യോ. ജനറൽ സാബ്, ദാ പിടിച്ചോളൂ. എല്ലാ സീക്രട്സും ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി വലിയ സേവനമാണ് ചെയ്തത്. താങ്ക് യു മോട്ടു പത്ലു. സാർ ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ. ഞങ്ങൾ പല്ലിയുടെ കയ്യിൽ നിന്നും പിന്നെ സ്പൈഡറിന്റെ കയ്യിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ടാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം എന്തെങ്കിലും കഴിക്കാൻ തരുവോ? വിശന്നിട്ട് വയ്യ. Watch India's largest kids library only on Jio Hotstar. Download the app now.